വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പന്തളത്തെ BJP ഉള്ളത്. ഭരണസമിതിക്കുള്ളിലെ വിമത പ്രശ്നവും ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. എന്നാൽ അഴിമതിയും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് LDFും UDFും തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നത്. BJP അധികാരത്തിലെത്തിയതോടെയാണ് പന്തളം നഗരസഭ ഏറെ രാഷ്ട്രീയ ശ്രദ്ധ നേടുന്നത്. പിന്നീട് ഭരണസമിതിക്കുള്ളിലെ തർക്കത്തിന് പിന്നാലെ ചെയർപേഴ്സൺ സുശീല സന്തോഷ് രാജിവെച്ചു. കൗൺസിലർ KV പ്രഭയുടെ നേതൃത്വത്തിൽ 3 കൗൺസിലർമാരാണ് ഭരണസമിതിയുമായി ഇടഞ്ഞത്. കെട്ടിട നികുതി പിരിക്കുന്നതിലെ വിയോജിപ്പായിരുന്നു തർക്കത്തിന്റെ തുടക്കമെങ്കിലും BJPക്കുള്ളിലെ ഭിന്നതയും സുശീല സന്തോഷിനെതിരായ വികാരവുമാണ് ഭരണസമിതിക്കുള്ളിലെ പ്രതിസന്ധിയെന്ന് വിലയിരുത്തപ്പെട്ടു. LDF കൊണ്ടുവന്ന അവിശ്വാസം നേരിടാതെ തൊട്ടുതലേ ദിവസം അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. KV പ്രഭ, കോമളവല്ലി, കിഷോർ എന്നീ 3 BJP വിമതരുടെ പിന്തുണയോടെ കൊണ്ടുവന്ന അവിശ്വാസത്തിന് UDF പിന്തുണയും ഉണ്ടായിരുന്നു. പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇരുവരും രാജിവെച്ചതെന്നുമായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജിന്റെ വാദം. RSS BJP നേതൃത്വത്തിന്റെ സമവായ ശ്രമത്തിലൂടെയാണ് പിന്നീട് വിമതരെ അനുനയിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഓപ്പറേഷൻ കമലയെ അനുസ്മരിപ്പിക്കും വിധം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ BJP ജില്ലാ പ്രസിഡന്റിന്റെ മേൽനോട്ടത്തിലാണ് പാർട്ടിയുടെ കൗൺസിലർമാരെത്തിയത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 18 BJP അംഗങ്ങളുടെ പിന്തുണയ്ക്ക് പുറമെ ഒരു സ്വതന്ത്ര അംഗവും BJPക്കൊപ്പം നിന്നു. അച്ഛൻകുഞ്ഞ് ജോൺ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണയും ഭരണം നിലനിർത്താമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു ഇലക്ഷൻ നേരിട്ടാൽ ആ ഇലക്ഷനിൽ കാണത്തക്ക രീതിയിൽ എല്ലാ വാർഡുകളിലും റോഡുകളും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളും ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാ വാർഡിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ അംഗൻവാടിയെ സൂക്ഷ്മമായിട്ടും ഇനി ഒരു ഇലക്ഷൻ വന്നാൽ തന്നെയും ജനങ്ങൾ കൈവിടുന്ന ഒരു പാർട്ടിയല്ല BJP എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടെന്നും തുടർഭരണമെന്നതിൽ തർക്കമില്ലെന്നും വിമത നീക്കത്തിന് നേതൃത്വം നൽകിയ കൗൺസിലർ KV പ്രഭ പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടി പന്തളം നഗരത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ള ഒരൊറ്റ ഒരു കാരണം കൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ വന്നാലും അതിനെ നഖശികാന്തം എതിർക്കാന്നുള്ളതാണ്. ആ എതിർപ്പിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടി പന്തളത്ത് അഭിമാനകരമായ നേട്ടത്തിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പന്തളത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്കറിയാം, തുടർഭരണത്തിലേക്കുള്ള കുതിച്ചുചാട്ടമാണ് പന്തളത്ത് ഭാരതീയ ജനതാ പാർട്ടി. എന്നാൽ ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്നും വികസന പ്രവർത്തനങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുന്നുവെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഭരണസമിതിയെ ജനങ്ങൾ പുറത്താക്കുമെന്നും ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നടന്ന മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും വിജിലൻസ് കേസുകളുണ്ട്. അങ്ങേ അറ്റത്തെ അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നടന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വാർഡിലെ ജനങ്ങളോടും ഇവർ ചെയ്തത് അക്കമിട്ട് എണ്ണമിട്ട് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ ഇത് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ, അതായത് അഴിമതി ഇല്ലാത്ത ഒരു ഭരണം വാഗ്ദാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ ജനം നിൽക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP വട്ടപൂജ്യമാകുമെന്ന് കോൺഗ്രസും പറയുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായ പന്തളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വികസനവും നടത്താത്ത ഒരു ഭരണസമിതിയായി, കമ്മീഷൻ ഭരണസമിതിയായി BJPയുടെ ഭരണസമിതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ ഇപ്പോൾ UDFിനോടൊപ്പമാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഈ അഴിമതി ഭരണസമിതിക്കെതിരെ നടത്തിവന്ന ജനകീയ സമര പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് BJP ഈ പ്രാവശ്യം വട്ടപൂജ്യമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. UDFിന് അനുകൂലമായ ഒരു തരംഗം ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പല പദ്ധതികളും പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അടിസ്ഥാന സൗകര്യ വികസനം പോലും നടപ്പിലാക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതെല്ലാം വരും തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളാകുമെന്ന പ്രതീക്ഷയിലാണ് LDFും UDFും. പന്തളത്തെ BJP ഭരണം അവസാനിപ്പിക്കുക എന്നത് പത്തനംതിട്ടയിലെ CPMനെ സംബന്ധിച്ച് അവരുടെ അഭിമാന പ്രശ്നമാണ്. കേവലം ശബരിമല എഫക്റ്റ് മാത്രമല്ല തങ്ങളെ അധികാരത്തിലെത്തിച്ചതെന്ന് തെളിയിക്കാൻ BJPയും കിണഞ്ഞു പരിശ്രമിക്കും. പന്തളത്ത് നിന്നും അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.